എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിൽ കയറണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സമയം, അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കൊച്ചി മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ട്രെയിനാണ്, രാത്രി 7:30ക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തത്. ഈ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളടുത്ത് ഫുഡ് ചോദിക്കും, വെജ് വേണോ നോൺ വെജ് വേണോ എന്ന്. ഞങ്ങളൊക്കെ നോൺ വെജ് ആയതുകൊണ്ട് ഞങ്ങൾ നോൺ വെജ് ഫുഡാണ് ഓർഡർ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യേണ്ട. ഒരുപാട് പേര് പുറത്തുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ പുറത്തുള്ള ഫുഡായിരിക്കും. എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരാൾക്ക് 200 രൂപയുടെ ഫുഡായിരിക്കും അവർ പറയുന്നത്, പക്ഷേ തരുന്നത് അത്ര രൂപയുടെ അല്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ചിക്കൻ കറിയൊക്കെ ഒരു ആവറേജ് ആണ്, പക്ഷേ എൻ്റെ കൂടെ വന്ന ആർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ആയിരിക്കും ഒരുപാട് പേർക്ക് ഇവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഫുഡ് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ മാക്സിമം ഇതിൽ കയറിയ ഫുഡ് ഓർഡർ ചെയ്താൽ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പിന്നെ ട്രെയിൻ ആണെങ്കിൽ കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. നല്ല AC ആണ്, നമുക്ക് നല്ല വിശാലമായിട്ട് ഇരുന്ന് ഉറങ്ങാം. എന്താ പറയുക, മറ്റ് ട്രെയിൻ അപേക്ഷിച്ച് നല്ല സുഖമാണ് കേട്ടോ ട്രാവലൊക്കെ ചെയ്യാൻ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കോഫി കൊണ്ടുവന്നു. കോഫി എന്ന് പറയുമ്പോൾ ഒരു പൊടിയാണ്, നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ ഈ പൊടി മിക്സ് ചെയ്ത് കുടിക്കണം. അത് എനിക്കിഷ്ടപ്പെട്ടു, നല്ല മധുരവും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ആ പൊടിയും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. നിങ്ങൾ അങ്ങനെ ട്രെയിനിലേക്ക് കയറിയാൽ നിങ്ങൾ മാക്സിമം ഫുഡ് ഓർഡർ ചെയ്യരുത്. നിങ്ങൾ പുറത്തുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന്. എന്തായാലും ഈ യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊച്ചിയൊക്കെ കണ്ട് ഈ വന്ദേ ഭാരതിൽ കയറി, ഫ്ലൈറ്റിലൊക്കെ കയറി. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.